ഇതൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. ബാംഗ്ലൂർ ടു മുംബൈ. മുംബൈയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം എങ്ങോട്ടാണ് ഈ യാത്രയെന്ന്. മോളറിയാതെ മോളുടെ അടുത്തേക്ക് ഓടിയെത്താൻ പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ ഇത്. ത്രില്ലെന്ന് പറയുന്നത് മോളെ കാണുക, മോളുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതിലൊന്നും ഞാൻ അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല. ഇത് കണ്ടോ, വിൻഡ് മില്ല്. ഇത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന എന്തോ സാധനമാണ് എന്ന് മാത്രമേ എനിക്കറിയൂ. ഓക്കെ, അത് പോയ വഴിക്ക് കണ്ടു എടുത്തു എന്ന് മാത്രം. ഇതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഇതിനു മുമ്പുള്ള ഒരു മുംബൈ ട്രാവൽ വ്ലോഗിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയത് 5:30 മണിക്കാണ് കേട്ടോ. 5:30 മണിക്ക് യാത്ര തുടങ്ങിയിട്ട് ഒരു 10:30യോടുകൂടി നമ്മൾ ദാവൺഗര എന്ന സ്ഥലത്തെത്തി. ദാവൺഗരയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം രാവിലെ പോന്നപ്പം ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. സോ നല്ല ഫുഡായിരുന്നു. നല്ല ദാവൺഗര ബെണ്ണെ ദോശ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന കർണാടകയിലെ സ്പെഷ്യലായിട്ടുള്ളൊരു ദോശ തന്നെയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. റോഡുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത റോഡുകളായിരുന്നു കേട്ടോ. കാരണം കുറച്ച് നമ്മളെ ഒരു 3-4 കിലോമീറ്റർ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പോലും അതിന് ശേഷമുള്ള റോഡുകൾ, ഒരു നല്ല ഡ്രൈവർ ഈ ഒരു റോഡ് കണ്ടു കഴിഞ്ഞാൽ അതിൽ എത്ര സ്പീഡിൽ പോകും എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പോയത് 140, 160 ആ ഒരു ലെവലിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റോഡുകളും പിന്നെ ഈ സീനറികളെക്കുറിച്ചാണെങ്കിൽ പറയുകയും വേണ്ട, അതുപോലത്തെ സീനറികൾ. ഒരു 2:30 മണിയോടുകൂടി നമ്മൾ കോലാപ്പൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കഴിച്ചത്. വേറെ സൗത്ത് ഇന്ത്യൻ ഫുഡൊന്നും അവിടെ കിട്ടാനില്ലായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത് പനീർ ടിക്ക, പനീർ മസാല, പിന്നെന്താ ബട്ടർ നാനാണ്. പക്ഷെ അവിടുത്തെ ബട്ടർ നാൻ എന്ന് പറയുമ്പോൾ ബട്ടറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ മൈദാറൊട്ടി പോലെയുള്ള സാധനമാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നെ ഈ കറിക്ക് ഒരിത്തിരി ടേസ്റ്റ് കൂടുതലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് ഫുള്ള് കഴിച്ചു. പക്ഷെ അതിനുശേഷം എനിക്കതിന് പണി കിട്ടി കേട്ടോ. അത് ഞാൻ പിന്നെ പറയാം. ഇത് കണ്ടില്ലേ, റോഡും സീനറികളും എന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മുംബൈയിൽ പോകുമ്പം, അതായത് ആ ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യുമ്പോഴും എടുത്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മാസത്തിലാണ് ആ ഒരു വ്ലോഗ് എടുത്തിരുന്നത്. സോ മഴ പെയ്യാണ്ട് 2 വശവും ഇങ്ങനെ എവിടെ നോക്കിയാലും ഇങ്ങനെ കരിഞ്ഞുണങ്ങിയ പുല്ലുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണാം. ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് മഴ ഇങ്ങനെ പൊടിച്ച് പെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പം പെയ്യും എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് നമ്മളുടെ ഈ റോഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലാവസ്ഥയായിരുന്നു നമുക്ക് കേട്ടപ്പോൾ. 2 വശവും പുല്ലിങ്ങനെ നിറഞ്ഞ് സീനറി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീനറികളായിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാം, മുംബൈ പൂനെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ടണലുകൾ നമുക്ക് കിട്ടും, ഈ തൂക്കുപാലങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഒരു 6:30 മണിയോടുകൂടി തന്നെ കറക്റ്റായിട്ട് പൻവേൽ, അതായത് എൻ്റെ മോള് താമസിക്കുന്നത് പൻവേലിലാണ്. പൻവേലിൽ ഞങ്ങൾ എത്തി കേട്ടോ. പക്ഷേ മോളെ അറിയിക്കാണ്ട് വന്ന ഈ ഒരു യാത്രയായതുകൊണ്ട് തന്നെ ഞങ്ങൾ പൻവേലിൽ റൂം എടുത്തിരുന്നില്ല. നമ്മൾ റൂം എടുത്തിരുന്നത് താനെ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ. അത് താനെ എന്ന് പറയുമ്പം പൻവേലിൽ നിന്ന് ഒരു 20-25 മിനിറ്റ് ദൂരമേ ഉള്ളെങ്കിലും ഭയങ്കരമായിട്ട് ട്രാഫിക്കിൽ പെട്ടുപോയിട്ടുള്ള ഒരു നഗരമാണ് ഈ താനെ എന്ന് പറയുന്ന ആ ഒരു സിറ്റി കേട്ടോ. അത് ഞങ്ങൾക്കറിയത്തില്ലല്ലോ. ഞങ്ങളിവിടെ റൂം എടുക്കാൻ കാരണം പൻവേലിൽ എടുക്കാതിരുന്നത് തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞങ്ങളുടെ കുഞ്ഞാപ്പീനെ ഓർത്തിട്ടാണ് കേട്ടോ. കുഞ്ഞാപ്പീനെ പെറ്റ്സ് ആർ നോട്ട് അലൗഡ് എന്നാണ് ഓൾമോസ്റ്റ് ഒരു 20 ഹോട്ടലിൽ നമ്മൾ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ പെറ്റ്സ് ആർ നോട്ട് അലൗഡ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ താനയിൽ മാത്രമാണ് പെറ്റ്സ് അലൗഡ് ആയിട്ട് ഈ ഹോട്ടലിലാണ് നമുക്ക് റൂം കിട്ടിയത്. അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ. നല്ല ക്ലീനും ആക്ച്വലി ആ ഒരു ഹോട്ടലിലേക്ക് വെച്ചാൽ അതൊരു പുതിയ ഹോട്ടലായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഹോട്ടലായിരുന്നു. അത്യാവശ്യം റൂം സർവീസൊക്കെ നല്ലതായിരുന്നു കേട്ടോ. മോളുടെ അടുത്ത് പോയതും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അവളെ കണ്ടപ്പോഴേ പെട്ടെന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ മോള് കരഞ്ഞോടി വന്ന് നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, നമുക്കും കരച്ചിൽ, എല്ലാവരും കൂട്ടക്കരച്ചിലായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എന്നിട്ട് ഒരു 11:30യോടുകൂടി കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ മോളോടി വന്ന് കേട്ടോ, മോളും മോനും കൂടെ.
എന്നിട്ട് ഞങ്ങളിങ്ങനെ മുംബൈയിൽ ഇങ്ങനെ കറങ്ങി നടന്നു. അപ്പോൾ മോൻ പറഞ്ഞു നല്ല ഫുഡുകൾ കിട്ടുന്ന സ്ഥലമാണ് ഈ മാഹിൻ എന്ന് പറയുന്ന സ്ട്രീറ്റ്. അവിടെ വന്നു അത്യാവശ്യം നല്ല ഫുഡുകളും ഉണ്ട്, അല്ലാത്തത് ഈ കളറുള്ള ഫുഡുകളൊന്നും വാങ്ങിച്ച് കഴിക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു ഷീക്ക്, കളറില്ലാത്ത ഷീക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ, നല്ലതായിരുന്നു. പിന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഈ ഫാലൂദ ഇത് കഴിച്ചു കേട്ടോ. പക്ഷേ ഒരു ഫാലൂദയൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റിയില്ല, കാരണം അത്രയും വലിയ ഫാലൂദയാണ് കേട്ടോ അത്. പിന്നെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് 14th ഓഗസ്റ്റാണ്. സോ മുംബൈ നഗരം മുഴുവനും എനിക്ക് തോന്നുന്നത് ഇൻഡിപെൻഡൻസ് ഡേന് വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുവാണ്. അതുപോലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ മുംബൈ നഗരത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ. സൂപ്പർ ഹോട്ടലാണ്, നല്ല ക്ലീനും നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. അത്യാവശ്യം ഫുഡ് സർവീസൊക്കെ നല്ലതായിരുന്നു. അവരുടെ തന്നെ ഹോട്ടലുണ്ട് കേട്ടോ. മോളുടെ വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ വന്നത്. അപ്പോൾ എപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്തൊക്കെ. മോള് കാല് മസാജ് ചെയ്യാനുള്ള ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്ന്. ഇതിവിടെ വരുമ്പം നാട്ടിൽ വരുമ്പം വാങ്ങിപ്പിക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ. ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം 15-ാം തീയതി എനിക്ക് ഇന്ത്യ ഗേറ്റ് കാണാൻ പോകണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അന്ന് ഉച്ചയ്ക്ക് ഒരു 3 മണി 4 മണി വരെ നമ്മൾ മോളുടെ വീട്ടിലായിരുന്നു കേട്ടോ. മോളുടെ വീട്ടിലെന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു 3 മണി 4 മണിയോടുകൂടി അവിടെ നിന്ന് ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയി. അപ്പോഴും നല്ല ട്രാഫിക്കൊക്കെ അത്യാവശ്യമുണ്ട്. പക്ഷേ മോളുടെ വീടിന് പൻവേലിൻ്റെ അവിടെ നിന്ന് ഈ പറയുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് എന്താ പറയുക, ഒരു പുതിയ ഒരു പാലം പണിതിട്ടുണ്ട്. ആ ഒരു മോളുടെ വീടിൻ്റെ അവിടെ നിന്നല്ല, പൻവേലിൽ നിന്ന് കേട്ടോ. സോ ആ ഒരു പാലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്കറിയാമല്ലോ, താജ് ഹോട്ടലിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ ഫ്ലാഗ് ഓണൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ശരിക്കും ആ ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഒരു ശരിക്കുള്ള വ്യൂ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് മുമ്പിൽ ഇങ്ങനെ ഈ പിൻഡാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പന്തലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു ഇവിടെ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറേ ഫോട്ടോസ് നമ്മളെല്ലാം ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ നടപ്പുണ്ട്. അവർ നമ്മുടെ കുറേ വെറൈറ്റി ഫോട്ടോസൊക്കെ എടുത്ത് അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നു നമുക്ക്. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അതിൻ്റെ താജ് ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഒരു 3/4 മണിക്കൂറോളം ക്യൂവിൽ നിന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഹോട്ടലിൽ കയറാൻ പറ്റിയത്. ഈ ഹോട്ടലിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇത് നമ്മൾ ഹോട്ടൽ റൂമിൽ വരുത്തിച്ച്, അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ സർവീസും കൂടി ഉണ്ട് കേട്ടോ അവർക്ക്. സോ ഹോട്ടൽ റൂമിൽ വരുത്തി കഴിച്ച ഫുഡുകളാണ് കേട്ടോ. അവിടുത്തെ ഈ അവൽ പോഹ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അവൽ പോഹ അത്രയും ടേസ്റ്റിൽ കഴിക്കുന്നത് കേട്ടോ. പിന്നെ മോളുടെ കൂടെ ഇങ്ങനത്തെ കറക്കങ്ങൾ തന്നെ ആയിരുന്നു. മോള് കുറേ ഇങ്ങനെ കൊണ്ട് നടന്നെല്ലാം കാണിച്ചു. മോളുടെ കൂടെ തന്നെ ആയിരുന്നു, സന്തോഷമായിട്ട് നമ്മളിരുന്ന്. പിന്നീട് നമുക്ക് തിരിച്ചു പോരണം എന്നുള്ള രീതി വന്നപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. എപ്പോഴും എനിക്ക് തോന്നുന്നു മുംബൈ നഗരം കാണാനായിട്ട് ഈ രാത്രിയിലുള്ള ഈ യാത്ര തന്നെ ആയിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ, ഈ കെട്ടിടങ്ങളൊക്കെ നോക്കി ഞാനിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരുന്നു പോയി കേട്ടോ. പിന്നീട് നമുക്ക് തിരിച്ചു പോരണം. തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ പോരുന്ന വഴിക്ക് 7:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ചെറിയ ആൾ കരയുമായിരുന്നു കേട്ടോ. പോരുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയുടെ ജീപ്പ് കോമ്പസാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടിയുടെ ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയിരിക്കുന്ന ഒരു പരസ്യം നമ്മൾ കണ്ടു. ശരിക്കും ഈ ടണലുകളൊക്കെ കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ, ഇത് നിർമ്മിച്ചവരെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും നമുക്ക് പ്രാർത്ഥനയോടുകൂടി അവരെ ഒന്ന് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആലോചിച്ചത് എത്ര വലിയ പാറകളാണ് തുരന്ന് ഇതുപോലെ ഈ നമുക്കൊക്കെ ഇത്ര ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പാകത്തിന് ഒരു റോഡാക്കി മാറ്റിയതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നിപ്പോയി കേട്ടോ. അതുപോലെ തന്നെ പ്രാർത്ഥനയോടെ അവരെ ഓർത്തത്. പിന്നെ കണ്ടില്ലേ ഇവിടുത്തെ ഈ തൂക്കുപാലം, ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അതിൻ്റേതായ ഒരു സൗന്ദര്യത്തോടു കൂടി ഓർക്കാനൊന്നും നമുക്ക് പറ്റിയില്ല, കാണാനൊന്നും നമുക്ക് പറ്റിയില്ല. ഓർക്കാനല്ല, കാണാനൊന്നും നമുക്ക് പറ്റിയില്ല. കാരണം മോളെ വിട്ടു പോകുന്ന ആ ഒരു സങ്കടം തന്നെ ആയിരുന്നു കേട്ടോ.
ഏറ്റവും ശരിക്കും സങ്കടം ഉണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡിനാണ്. കാരണം മോളും അദ്ദേഹവും തമ്മിലൊരു ബോണ്ട് അതുപോലാണ് കേട്ടോ. എപ്പോഴും എന്ത് പറഞ്ഞാലും ചെറിയ ആളെ ഇത്തിരി ലൗഡായിട്ട് പുള്ളി എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാൽ പോലും മൂത്ത ആളോട് പറയുമ്പോൾ അങ്ങനെ പറയാറില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ്. എല്ലാ പേരൻസിനും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്നാലും പുള്ളി ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ മോളെ വിട്ടു പോകുന്നപ്പോഴത്തേക്കും. പിന്നെ വിട്ടു പോകുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മോളവിടെ സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. മോനായിക്കോട്ടെ, മോളുടെ മദറിലോ ഒക്കെ ആണെങ്കിലും വളരെ സ്നേഹത്തോടു കൂടിയാണ് മോളോട് പെരുമാറുന്നതും മോളെ ഇതുവരെ അവർ കൊണ്ട് നടന്നിരിക്കുന്നതും കേട്ടോ. വരുന്ന വഴിയിലുള്ള ഒരു കാഴ്ചകളാണ്. എനിക്ക് സായിബാബ എന്ന് പറയുമ്പം എന്തോ ഒരു ഇഷ്ടമാണ് കേട്ടോ. 2 മണിയോടുകൂടി പകുതിയിലധികം ദൂരം നമ്മൾ പിന്നിട്ട് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ മീൽസിന് വേണ്ടിയിട്ട് കാമത്ത് ഹോട്ടലിൽ കയറി നല്ല ഫുഡ് കിട്ടി. അവിടെ നിന്ന് അദ്ദേഹം മോളും കഴിച്ചത് എന്തോ നോർത്ത് ഇന്ത്യൻ താലി എന്തോ ആണ്, കോലാപ്പൂരി താലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചത് കേർഡ് റൈസാണ്. കാരണം എനിക്ക് വയറ്റിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഈവൻ ഞാൻ അവിടെ മുംബൈയിലായിരുന്നപ്പോൾ പോലും ചപ്പാത്തിയും കേടും ഒക്കെ കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ഇവനല്ലേ നമ്മുടെ താരം, നമ്മുടെ കുഞ്ഞാപ്പി. ഇവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോഡിൽ കൂടെ ഇത്രയും ദൂരം യാത്ര ചെയ്തത് കേട്ടോ. പിന്നെ ബാംഗ്ലൂർ എടുക്കും തോറും മോളെ പിരിഞ്ഞു പോകുന്നതിലുള്ള സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വണ്ടി നമ്മളെ സേഫായിട്ട് കൊണ്ടുവന്ന് നമ്മളെ എത്തിച്ച നമ്മുടെ ലക്ഷ്മി വണ്ടിയെ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. പിന്നെ മോളുടെ ഫോട്ടോയും അവിടെ നിന്നുള്ള സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ കേട്ടോ. താജ് ഹോട്ടലിൻ്റെ മുമ്പിലൊക്കെയുള്ള. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻസും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നുള്ളത് എഴുതുക. നെഗറ്റീവും കമൻറ്റും ഒക്കെ പോസിറ്റീവും ഒക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ബായ്.